ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇഞ്ചി നടുന്നത് മെയ് മാസം പകുതിയോട് കൂടിയാണ്, അല്ലെങ്കിൽ പകുതിക്ക് ശേഷമാണ്. മഴ വരാനുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇഞ്ചി നട്ടു തുടങ്ങുന്നത്. എന്നാൽ ഈ പ്രാവശ്യം വേനൽ മഴ നേരത്തെ കയറി വന്നിരിക്കുവാണ്. അപ്പോൾ മഴ തോരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി നട്ട് വയ്ക്കാം. അപ്പോൾ ഇഞ്ചി ഇങ്ങനെ നമ്മൾ നട്ടുപിടിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് ഓണം ആകുമ്പോഴത്തേക്കിന് ഇഞ്ചിക്കറി വെക്കാനുള്ള ഇഞ്ചിയൊന്നും നമുക്ക് കിട്ടാതെ പോകുവേ. ഇതുപോലുള്ള മഴ സമയത്ത് നമ്മൾ ഇഞ്ചി നടുമ്പം ചില പ്രത്യേക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് നല്ല വിളവ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗിൽ, നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ കൃഷി ചെയ്തിട്ട് നല്ലതുപോലെ ഇഞ്ചി വിളവെടുക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഞാൻ ഈ ഗ്രോ ബാഗിലാണ് ഈ പ്രാവശ്യം ഇഞ്ചി നടുന്നത്. ഇത് രണ്ട് മൂന്ന് കൃഷി ചെയ്ത ഗ്രോ ബാഗാണ്, പക്ഷേ നല്ല ബലമുള്ളതാണ്. ആദ്യം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഉണങ്ങിയ ഇലകൾ, അപ്പോൾ ഞാൻ ഇതുപോലെ വാരിക്കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഇലകളൊക്കെ പതുക്കെ അഴുകി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ ടെറസെ നനയുന്നിടത്തല്ലേ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അപ്പം അഴുകി തുടങ്ങുന്നൊന്നും കുഴപ്പമില്ല. നമുക്ക് ഇത് കുറച്ച് അടിയിലേക്ക് ഇടുന്നതാണ്. അപ്പം അതിനകത്തേക്ക് നമുക്ക് ഇതേപോലെ കുറച്ച് ഉണങ്ങിയ ഇലകളെ വെച്ച് കൊടുക്കാം. അപ്പം നല്ലപോലെ ഞാൻ ഇതിനകത്തേക്ക് ഉണങ്ങിയ ഇലകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്തു മാറ്റിക്കോണം. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് നിറയ്ക്കാനുള്ള പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കിയെടുക്കുവാണേ. കുറച്ച് മണ്ണെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക്, ഈ മണ്ണെന്ന് പറയുന്നത് നമ്മൾ കുമ്മായമിട്ട് പുളിപ്പ് മാറ്റിയ മണ്ണാണ്. അപ്പം ഈ മണ്ണ് ഉപയോഗിച്ചാണ് ഞാനിപ്പം നമ്മുടെ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഈ മഴക്കാലത്ത് ഇഞ്ചി നട്ടുപിടിപ്പിക്കുമ്പോൾ ചില പ്രത്യേക കാര്യങ്ങളൊക്കെ ചേർക്കണം. ആദ്യം നമ്മൾ ഇതിനകത്തോട്ട് സാധാരണ പോലെ ചേർക്കുന്നത് കുറച്ച് ചാണകപ്പൊടിയാണേ. ചാണകപ്പൊടി ഇച്ചിരി കൂടിപ്പോയാലും ഒന്നും കുഴപ്പമില്ല. അപ്പം നല്ല ഉണങ്ങി പൊടിഞ്ഞിരിക്കുന്ന ചാണകപ്പൊടിയാണ്. അപ്പം ഞാൻ കുറച്ച് ചാണകപ്പൊടി ഇതിനകത്തേക്ക് ചേർത്തു. ഇനി നമ്മൾ ചേർക്കുന്നത് ഇത് എല്ലുപൊടിയാണേ. അപ്പോൾ ഒരു പിടി എല്ലുപൊടി. ഇത് വേപ്പിൻ പിണ്ണാക്കാണേ. അപ്പോൾ കട്ടയായിട്ട് കിട്ടിയ പിണ്ണാക്കാണ്. അപ്പം നമ്മളത് പൊടിച്ചിട്ട്, നമ്മൾ സാധാരണ തേങ്ങാ പിണ്ണാക്കും അതുപോലെ കടലപ്പിണ്ണാക്കും ഒക്കെ കിട്ടത്തില്ലേ, അതുപോലെ കിട്ടുന്ന വേപ്പിൻ പിണ്ണാക്കാണ്. വേപ്പെണ്ണ എടുത്തതിന് ശേഷമുള്ളത്. അതിൻ്റെയും ഇതുപോലെ ഒരു പിടി. ഈ വേപ്പിൻ പിണ്ണാക്കെന്ന് പറയുന്നത് മണ്ണിൽ നിന്നുണ്ടാകുന്ന പല രോഗങ്ങളെയും തടയാനായിട്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും ചെടിയുടെ വേരുകളെ സംരക്ഷിക്കാൻ സഹായിക്കുന്നതാണ് വേപ്പിൻ പിണ്ണാക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഈ വേപ്പിൻ പിണ്ണാക്ക് നമ്മുടെ പോട്ടിംഗ് മിക്സിലേക്ക് ചേർക്കുന്നത്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നത് ട്രൈക്കോഡെർമയാണേ. അപ്പോൾ ഒരു സ്പൂൺ ട്രൈക്കോഡെർമ, അപ്പോൾ ഏകദേശം ഒരു സ്പൂണ് ട്രൈക്കോഡെർമ ചേർക്കുന്നുണ്ട്. ഈ ട്രൈക്കോഡെർമ നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഇഞ്ചിക്ക് എപ്പോഴും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായി വരുന്ന, ഏറ്റവും പ്രധാനമായി വരുന്ന രോഗം എന്ന് പറയുന്നത് വേര് ചീയലാണേ. അപ്പോൾ ആ വേര് ചീയൽ വരാതെ മണ്ണിൽ നിന്നുള്ള രോഗങ്ങൾ ചെടിയിലേക്ക് പകരാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് ട്രൈക്കോഡെർമ. അപ്പോൾ ഈ മഴയുള്ള സമയത്ത് ഇഞ്ചി നട്ടുപിടിപ്പിക്കുമ്പോൾ ട്രൈക്കോഡെർമ നിർബന്ധമായും ചേർത്തിരിക്കണം. അല്ലാത്ത സമയത്താണെങ്കിലും ട്രൈക്കോഡെർമ ചേർക്കുന്നത് നല്ലതാണ്. ഇത് കൂടാതെ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ബിവേറിയയാണേ. കാരണം നമ്മുടെ ഇഞ്ചിക്ക് വരുന്ന മറ്റൊരു ഉപദ്രവം എന്ന് പറയുന്നത് പുഴുക്കളുടേതാണ്. പുഴുക്കളെന്ന് പറഞ്ഞാൽ അതിന് തണ്ടുതുരപ്പൻ പുഴുവുണ്ട്, ഇല ചുരുട്ടിപ്പുഴുവുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള പുഴുക്കളുടെ ആക്രമണം ഉണ്ടാകുന്ന ഒന്നാണ് ഇഞ്ചിയുടെ ചെടി. അപ്പോൾ ഈ പുഴുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ബിവേറിയ ചേർക്കുന്നത്. അപ്പോൾ നമ്മളിതേ ഒരു സ്പൂണ് ബിവേറിയ എടുത്തിട്ട് അതും കൂടെ ഇതേപോലെ മണ്ണിനകത്തേക്ക് ചേർക്കുക. ഇനി നമുക്ക് ഈ മണ്ണിനെ നല്ലതുപോലെ ഇളക്കി ചേർത്തെടുക്കണം. ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പം ഗ്ലൗസ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഈ കൂട്ടി ഇളക്കി ചേർത്ത പോട്ടിംഗ് മിക്സിനെ നമ്മൾ ഈ ഉണങ്ങിയ ഇലകൾ നിറച്ച ഗ്രോ ബാഗിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മളിങ്ങനെ കുറേശ്ശെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഈ പോട്ടിംഗ് മിക്സ് ഇടുമ്പം എപ്പോഴും നമ്മുടെ ഗ്രോ ബാഗിൻ്റെ ഒരു പകുതി ഭാഗം വരെ നിറച്ചാൽ മതി. കാരണം നമ്മളിനി കൂടുതൽ ഇഞ്ചി വളർന്നു കഴിയുമ്പം വളവും ഒക്കെ കൊടുക്കാനുണ്ട്. അങ്ങനെ ആ വളം കൊടുക്കുന്ന കൂട്ടത്തിൽ വീണ്ടും നമ്മൾ മണ്ണും കൂടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ലെവൽ ഇങ്ങനെ കയറി വന്നോളും. അപ്പോൾ ഈ ലെവലിൽ നമ്മൾ പോട്ടിംഗ് മിക്സ് നിറച്ച് കൊടുത്തിട്ടുണ്ടേ. ഇനി നമ്മൾ ഇഞ്ചി നടുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പോട്ടിംഗ് മിക്സ് നിറച്ചതിനകത്ത് ഒരു ചെറിയ കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് വേണം നമ്മൾ ഇഞ്ചിയുടെ കഷ്ണം വെച്ച് കൊടുക്കാൻ.
ഞാൻ ഈ ഇഞ്ചി കഷ്ണമാണ് നടുന്നത്. അപ്പോൾ ഇതിനിത് 1, 2, 3, 4 മുളയോളം വന്നിട്ടുള്ളതാണ്. ഇപ്പം ഞാൻ ഒരു കഷ്ണം ഇഞ്ചി മാത്രമാണ് നടുന്നത്. ഈ ഗ്രോ ബാഗിനകത്തെന്ന് പറഞ്ഞാൽ 2 കഷ്ണം ഇഞ്ചി നടാനുള്ളത്ര ഇടയുണ്ട്. നമുക്ക് 2 കഷ്ണം വേണമെങ്കിൽ നടാം. ഞാൻ പക്ഷേ ഇതിനകത്ത് ഒരെണ്ണമാണ് നടുന്നത്. അപ്പം ഞാൻ ഇതുപോലൊരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്കാണ്. വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ചാണകപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുത്തതാണ്. അപ്പം ഞാൻ ഈ ഇഞ്ചി കഷ്ണം ഇതിനകത്തേക്ക് വെക്കുക. അപ്പോൾ ഇത് വെക്കുമ്പോൾ എപ്പോഴും മുള മുകളിലേക്ക് വരത്തക്ക രീതിയിൽ വയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ മുള തന്നെ കയറി വന്നോളൂ. അല്ലെങ്കിലും വേറെ മുളകളൊക്കെ വരും. ഇതിനാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ മുളകൾ വന്നു തുടങ്ങുന്നതാണ്. അപ്പം ഞാൻ ഇത് വെച്ചിട്ട് ഇതിന് മുകളിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഈ മണ്ണ് മാത്രം ഇട്ടിട്ട് അങ്ങോട്ട് മൂടിക്കൊടുക്കാം. അല്ലെങ്കിൽ ഒരു കുറച്ച് ചാണകപ്പൊടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട്, നമ്മളിപ്പം മണ്ണിൽ വാരം മാന്തിയൊക്കെയാണ് വെക്കുന്നത് എങ്കിൽ ചാണകപ്പൊടി ചെറിയ കുഴി ഉണ്ടാക്കി, ഇതുപോലെ ചാണകപ്പൊടി ഇട്ടിട്ട് ഇളക്കാനൊന്നും പറ്റത്തില്ല ആ അവസരത്തിൽ. അപ്പോൾ നമ്മൾ ചെറിയ കുഴി ഉണ്ടാക്കി അതിനകത്ത് കുറച്ച് ചാണകപ്പൊടി ഇട്ട് അതിനകത്ത് ഇഞ്ചി കഷ്ണം വെച്ച് അതിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ ഒരു കുറച്ച് ചാണകപ്പൊടി തൂളി കൊടുത്തിട്ടാണ് മണ്ണിട്ട് മൂടുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ മണ്ണിട്ട് മാത്രം മൂടിയാലും മതി. ഇപ്പം ഞാൻ ഈ ഇഞ്ചി കഷ്ണം വെച്ചിരിക്കുന്നിടത്തോട്ട് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒരു ശകലം മണ്ണ് തോണ്ടിയിട്ട് കൊടുക്കുവാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ഉണങ്ങിയ ഇലകൾ ഇടുവാണേ. അങ്ങനെ ഉണങ്ങിയ ഇലകൾ ഇടുന്ന എന്തിനാണെന്നറിയാവോ? ഒന്നിപ്പം വേനൽക്കാലത്താണെങ്കിൽ നമ്മൾ ഈ നട്ടുവെച്ച ഇഞ്ചിയുടെ വിത്തുകൾക്ക് തണുപ്പ് കിട്ടാൻ വേണ്ടിയാണ്, മുളച്ചു വരുന്നിടം വരെ. ഇപ്പം നമ്മൾ കണ്ടമാനം മഴ പെയ്യുന്ന സമയമാണ്. ഇപ്പം ഇവിടെ കോട്ടയത്ത് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ മഴയായിരുന്നു. ഒരു ശകലം സമയമാണ് ഇപ്പോൾ തോർന്നു കിട്ടിയിരിക്കുന്നത്. അപ്പോഴും അന്തരീക്ഷത്തിനൊരു തെളിച്ചമൊന്നുമില്ല. അപ്പോൾ ഇനി ഉടനെ തന്നെ അടുത്ത മഴ വരും. അപ്പോൾ അങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇഞ്ചി വിത്ത് നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഉണങ്ങിയ ഇലകൾ ഇടുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്നറിയോ? കണ്ടമാനം കുത്തി വീഴുന്ന മഴയാണ്, കണ്ടമാനം ശക്തിക്ക് വീഴുന്ന മഴയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ വെള്ളം വീഴുന്ന അവസരത്തിൽ മഴത്തുള്ളി വീണ് കുത്തിത്തെറിച്ച് ഇഞ്ചി വിത്ത് മൂടി വെച്ചിരിക്കുന്ന മണ്ണ് തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളൊരു കുറച്ച് ഉണങ്ങിയ ഇലകളിട്ടിട്ട് മൂടി വെക്കുന്നത്. അപ്പം നമ്മുടെ നടിയിൽ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഉണ്ടല്ലോ നല്ലതുപോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ട് വേണം ഇഞ്ചി വളർത്താനായിട്ട്. ചെറിയ തണലുള്ള സ്ഥലത്തും ഇഞ്ചി വളരും. പക്ഷെ നന്നായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് നമുക്ക് കൂടുതൽ വിളവ് ഇഞ്ചി തരുന്നത്. ഇപ്പോൾ വേനൽക്കാലത്തൊക്കെയാണ് നമ്മളിതുപോലെ ഗ്രോ ബാഗിനകത്ത് നടുന്നതെങ്കിൽ ഒരു 1, 2 ദിവസം ചെറിയ തണൽ കിട്ടുന്ന സ്ഥലത്തേക്ക് വെച്ച് മുളയ്ക്കാൻ തുടങ്ങിയതിന് ശേഷം നല്ല വെയിൽ കിട്ടുന്ന, നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്ക് വെച്ചു കൊടുത്താലും മതി. ഇപ്പം നമുക്ക് ഇതുപോലെ മഴയും തണലും ഒക്കെയുള്ള തണുപ്പൊക്കെയുള്ള ഒരു സമയമായതുകൊണ്ട് എവിടെയാണോ നന്നായി സൂര്യപ്രകാശം കിട്ടുന്നത് ആ സ്ഥലത്തേക്ക് നമുക്ക് ഗ്രോ ബാഗിനെ വെച്ചിട്ട് വളർത്താൻ പറ്റും. ഇഞ്ചിക്ക് നമുക്ക് സാധാരണ ആഴ്ചയിൽ 1 പ്രാവശ്യമോ അല്ലെങ്കിൽ 2 പ്രാവശ്യമോ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ പറമ്പിലൊക്കെ നടുന്ന ഇഞ്ചിയാണെങ്കിൽ അങ്ങനെയൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കാറില്ല. നല്ല വരൾച്ച വന്നാൽ മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളൂ. ഇഞ്ചിക്ക് ഒത്തിരി വെള്ളം കിട്ടേണ്ടുന്ന ഒരു ചെടിയല്ല. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ഒട്ടും നമ്മൾ വെള്ളം കൊടുക്കേണ്ട കാര്യമില്ല, അവർ വളർന്നു കയറിക്കോളും. ഇതിപ്പം നമ്മുടെ വളർന്നു നിൽക്കുന്ന ഒരു ഇഞ്ചിയാണേ. നമ്മുടെ ഇഞ്ചി ഇങ്ങനെ വളർന്നു തുടങ്ങിയാൽ ഒരു മാസമാകുമ്പോൾ മുതൽ നമ്മൾ വളം ചെയ്തു തുടങ്ങണം. അപ്പം ഞാൻ ഇതൊരു ജൈവ വളമാണ്. അപ്പോൾ ഇതിൻ്റെ ചോട് നമുക്ക് ഇളക്കാനൊന്നും പറ്റത്തില്ല. ഇഞ്ചി ഇങ്ങനെ പാകി വളർന്നു വരുന്ന ഒരു ചെടിയാണ്. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു പിടി വളമെടുത്ത് ഇതിൻ്റെ മുകളിൽ കൂടെ, ഒരു സ്ഥലത്തും കൂടുതൽ കെട്ടി നിൽക്കുന്ന പോലെ ഇടത്തില്ല കേട്ടോ, കുറച്ച് വളമെടുത്ത് ഇതുപോലെ ഞാനിങ്ങനെ തൂളിക്കൊടുക്കും. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മുടെ പോട്ടിംഗ് മിക്സ്, കുറച്ച് പോട്ടിംഗ് മിക്സ് നമ്മളിട്ട വളത്തിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് അടുത്ത പ്രാവശ്യം വളമിടുമ്പോഴും ഇതേപോലെ തന്നെ കുറച്ച് പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതുപോലെ വളം ഇട്ട് കൊടുക്കുന്ന എല്ലാ മാസത്തിലും 1 പ്രാവശ്യമെങ്കിലും വളം ഇട്ട് കൊടുക്കണം, നല്ല വിളവ് ഇഞ്ചിക്ക് കിട്ടണമെങ്കിൽ. ഇത് കൂടാതെ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, എല്ലാ മാസത്തിലും ഏതെങ്കിലും 1 പ്രാവശ്യം നമ്മുടെ സ്യൂഡോമോണാസ് കലക്കി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം. പല രോഗങ്ങളും വരാതെ സൂക്ഷിക്കുകയും ചെയ്യും. ചെടിക്ക് നല്ല വളർച്ച ഉണ്ടാക്കി കൊടുക്കുകയും നല്ല വിളവ് തരികയും ചെയ്യും സ്യൂഡോമോണാസ് ഒഴിച്ചു കൊടുക്കുന്നത് വഴി. ഇഞ്ചി നമ്മളിതുപോലെ മാസാമാസം വളവും അതുപോലെ കുറച്ച് സ്യൂഡോമോണാസും ഒക്കെ കലക്കി ഒഴിച്ചു കൊടുത്ത് വളർത്തുന്നതെങ്കിൽ നമുക്കൊരു 6 മാസം ആകുമ്പോൾ മുതൽ നമ്മുടെ കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള ഇഞ്ചി അതിൽ നിന്ന് എടുത്തു തുടങ്ങാം. എന്നാൽ നമുക്കിപ്പോൾ ചുക്കുണ്ടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ വിത്തിഞ്ചിയാക്കി മാറ്റാനോ ഒക്കെ ആണെങ്കിൽ ഒരു 8-9 മാസത്തിന് ശേഷം ഇഞ്ചി വിളവെടുത്താൽ മതി. നമുക്കൊരു
ചെറിയ വിളവെടുപ്പും കൂടെ ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുന്നേ നടത്താം. പല പല സാധനങ്ങളൊക്കെ ഉണ്ടായി കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്നൊക്കെയാണ് ഇപ്പോൾ ഇന്ന് വിളവെടുക്കാൻ പറ്റുന്നത്, പാകമായിട്ടുള്ളതെന്ന് നോക്കാം. നമുക്കൊരു ചെറിയ പടവലങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇതിങ്ങനെ നീളം വെക്കുന്ന ഇനം പടവലങ്ങയാണ്. അപ്പോൾ അതിന് നമുക്ക് ഈ പന്തലയിലൊക്കെ നമ്മൾ ഗ്രോ ബാഗിനകത്ത് വളർത്തി കയറ്റുമ്പം ചെറിയ പാത്രങ്ങൾക്കകത്തൊക്കെയല്ലേ നമ്മൾ മണ്ണ് നിറയ്ക്കുന്നത്. അപ്പോൾ ഇതേപോലെയൊക്കെയുള്ള പാകത്തിലേ കിട്ടത്തുള്ളൂ. പക്ഷേ കീടനാശിനിയുടെ ഒന്നും സാന്നിധ്യമില്ലാത്ത നല്ല പടവലങ്ങ നമുക്ക് കൂട്ടാൻ പറ്റും. ഇതൊരു പീച്ചിലാണേ. എടാ ശിവ, ഇതാ പാത്രത്തിനകത്ത് വെച്ചു. സൂപ്പർ സാധനമല്ലേ. ഈ ഒരു പാവയ്ക്ക ഇത് വിളഞ്ഞിട്ടുണ്ട്. അല്ലെ ഈ മഴ സമയത്തുണ്ടല്ലോ നമ്മൾ കറക്റ്റായിട്ട് വിളവെടുത്തില്ലെങ്കിൽ അവിടെ കിടന്നത് പഴുത്തു. ഇത് കണ്ടോ, ഒരു പീച്ചിൽ വരുന്ന വരവ് കണ്ടോ കണ്ടോ. ഇച്ചിരൂടായിട്ട് നമുക്കതിനെ പറിച്ചെടുക്കാം. ഇത് നീളം വെക്കുന്ന ഇനം പീച്ചിലാണ്. ഈ ഒരു പാവയ്ക്ക നമുക്ക് പറിച്ചെടുത്തേക്കാം. ശിവ ഇത് അവിടെ ഇട്ടു. എന്നാ 2 പയർ. ഈ വേനൽക്കാലത്തിൻ്റെ സമയത്തുണ്ടല്ലോ പയർ മുഴുവനും പൂവുണ്ടായിട്ട് പൊഴിഞ്ഞു പോകുമായിരുന്നു. അപ്പോൾ എല്ലാവരും നമുക്ക് കമൻ്റ് ഇടുമായിരുന്നു പയറിൻ്റെ പൂക്കൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നു എന്ന്. കാലാവസ്ഥ ഭയങ്കര ചൂടായിരുന്നില്ലേ, അപ്പോഴാണ് അതെല്ലാം പൊഴിഞ്ഞു പോയത്. അപ്പോൾ നമുക്കിത് 2-3 പയർ മുകളിലുണ്ട്, അതും കൂടെ പറിച്ചിട്ട് വരാം. ചെറിയ ഇനം പാവയ്ക്ക ഇതേ. അപ്പോൾ ഇതേ 1, 2 നല്ല ഭംഗിയാണ് ശരിക്കും പറഞ്ഞാൽ, വലിപ്പം ഇല്ലേലും ഇത് നമ്മുടെ വെള്ളരിക്ക ഉണ്ടോ, ഇത് ചെറുതാണ്, ആകുന്നതേ ഉള്ളൂ. അതുപോലെ നമ്മുടെ വലിയ കുമ്പളങ്ങ കിടക്കുന്നതുണ്ടോ, അതുപോലെ ഇത് നല്ല ചാരം പൂശിയ പോലെ വരും. അപ്പോഴാണിത് പാകമാകുന്നത്. നേരത്തെ വേണമെങ്കിൽ നമുക്ക് ഇളവൻ എന്ന് പറഞ്ഞ് പറിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വൻപയറും ഒക്കെ കൂടെ കൂട്ടിയിട്ട് ഓലം വെക്കാനായിട്ട് പറ്റും. ഇവിടെ 5-6 പയറുണ്ടേ. അപ്പോൾ നമുക്കത് അതും കൂടെ അങ്ങ് പറിച്ചുകൊണ്ട് പോകാം. നമുക്കിത് ഇത് കണ്ടോ, നല്ല നീളം വെക്കുന്നതൊക്കെ പയറാണ്. ഇപ്പോൾ ഈ മഴയും കണ്ടമാനമുള്ള കാലാവസ്ഥയിലെ വ്യത്യാസം കൊണ്ടാണ് ഇതേപോലെ ഇത് ചെറുതായി പോകുന്നത്. അപ്പം പറിച്ചെടുക്കുമ്പോൾ നമ്മൾ ഒരേ സമയം പറിച്ചെടുക്കുവാണെങ്കിൽ അടുത്ത പ്രാവശ്യം പറിച്ചെടുക്കാൻ വരുമ്പോഴും ഒരേപോലെ തന്നെ നമുക്ക്, അയ്യോ അത് മുറിഞ്ഞു പോയല്ലോ. ശിവ അതറിഞ്ഞെങ്കിൽ പറിച്ചാടാ, ചവിട്ടിന്ന് പറിക്കണേ, ആ നീളമുള്ളത്. അയ്യോ, ഇവിടെ നമുക്ക് 2 വെണ്ടയ്ക്ക എടുക്കാനുണ്ട്. ഇപ്പം കണ്ടമാനം അങ്ങോട്ട് മഴ ആയതുകൊണ്ട് മാത്രമല്ല, ഇവിടെ കയറി ചൂടൽ വന്നു കഴിഞ്ഞാൽ കാവിടുത്തം കുറയും. അതിപ്പോൾ ഏത് ചെടിയുടെ ആണെങ്കിലും അങ്ങനെ തന്നെയാണേ. ദൈവം കണ്ടോ, വെയിൽ കണ്ടെത്തിയെടുക്കുക. ഇവിടുന്ന് പോയി വെയിൽ കിട്ടാൻ വേണ്ടി മുകളിലോട്ടം പോയിട്ടാണ് കായ ഉണ്ടായിരിക്കുന്നത്. ഇത് സാലഡ് കുക്കുംബർ, ഇത് എഴുതേണ്ട സാലഡ് കുക്കുംബർ. അതുപോലെ ഇത് ഇവിടോട്ട് വന്നാൽ ഇത് ചെറിയ പാവയ്ക്കാണ്. അപ്പോൾ നമുക്കിത് വിളവെടുക്കാം. വലിയ പാവയ്ക്കാണ് വളരുന്നതാണെങ്കിൽ ഇത് കണ്ടോ, ഇത് വളരുന്ന പാവയ്ക്കയാണ്. അപ്പോൾ നമുക്കിത് പറിച്ചെടുക്കാറായിട്ടില്ല. പക്ഷേ ഇത് ഉണ്ടച്ച് കണ്ടോ, ഇങ്ങനെ ചെറിയ ചെറിയ പാവയ്ക്കകൾ ഉണ്ടാകുന്നതാണേ. ഇത് കുറച്ചും കൂടെ വലുതാണ് കണ്ടോ. ഇത് കണ്ടോ, ബേബി പടവലം ഉണ്ടായി തുടങ്ങുന്നതാണേ. ശരിക്കും പറഞ്ഞാൽ ഈ ടെറസയിലൊക്കെ വളർത്താൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ബേബി പടവലമാണേ. അപ്പോൾ നമുക്കൊരാവശ്യത്തിനൊരു ചെറിയ വീട്ടിൽ തോരൻ വയ്ക്കാനുള്ള പാകത്തിന് നന്നായി വളർന്നാൽ കിട്ടും. ഇതൊരു സാലഡ് കുക്കുംബറാണേ. ഇപ്പം ഞാൻ ഈ സാലഡ് കുക്കുംബറിനെ നമ്മുടെ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ. ഇതുപോലെ ഇവിടെ ഒന്ന് ഇങ്ങനെ മാല പോലെ വളഞ്ഞ് സാലഡ് കുക്കുംബർ ഉണ്ടായി പോകുന്നതാണെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മുടെ ആൾക്കാരെല്ലാതെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പം നല്ല ആവശ്യത്തിന് വലിപ്പത്തിലുള്ള ഒരു സാലഡ് കുക്കുംബർ നമുക്ക് കിട്ടിയേക്കുന്നത്. ഇതതുപോലെ ഒരു ബേബി പടവലത്തിൻ്റെ കുഞ്ഞാണേ. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം വിളവെടുക്കുന്ന കൂട്ടത്തിൽ എടുക്കാൻ പറ്റും. ഇപ്പം നമുക്ക് സപ്പോട്ട നല്ലോണം പിടിക്കുന്നൊരു സമയമാണേ. ഇവിടെ കണ്ടോ, ചെറുതായിട്ട് സപ്പോട്ട പിടിച്ചു തുടങ്ങിയിട്ടുണ്ടേ. ഇവിടെ ഉണ്ട്, അതുപോലെ ഇവിടെയൊക്കെ ഉണ്ട്. എന്നാൽ ആ ചൂട് കാലത്ത് സപ്പോട്ട പിടിക്കുന്നുണ്ടായിരുന്നില്ല. ഒന്ന് ചൂട് കൂടുതൽ ഉള്ള സമയത്ത് സപ്പോട്ടയുടെ ചെറിയ പൂക്കൾ കായ്കളായി മാറുകയില്ല. അതിൻ്റെ കൂടെ സപ്പോട്ടയിൽ എപ്പോഴും മീലി ബഗ്സിൻ്റെ ഉപദ്രവം കൂടുതലായിട്ടുണ്ടാകുന്നതാണ്. അങ്ങനെ മീലി ബഗ്സ് പിടിച്ചാൽ അതിപ്പം പേരയ്ക്കാണെങ്കിലും അതുപോലെ തന്നെ സപ്പോട്ടയ്ക്കാണെങ്കിലും ഒക്കെ മീലി ബഗ്സ് വന്നു കഴിഞ്ഞാൽ ആ കായ്കളെ പൊഴിയിച്ച് കളയും. അത് നാരകത്തിനാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ്. ഇത് നമ്മുടെ ഒരു നാരകമാണേ. അപ്പോൾ ഈ നാരങ്ങ പൊഴിഞ്ഞ് വീണത് ഞാൻ തൊട്ടപ്പോൾ ഇതെൻ്റെ കയ്യിലോട്ട് പോന്നു. അപ്പോൾ ഇവിടെ കണ്ടോ, കൊലയായിട്ട് കിടക്കുന്നുണ്ടോ, ഉണ്ടോ, ഇങ്ങനെ നാരങ്ങ പിടിക്കുന്നൊരു നാരക. ഇത് കണ്ടോ, നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വെള്ളം കുടിക്കാനുള്ളത്ര നാരങ്ങ ഇവിടെയൊക്കെ ഉണ്ട് കണ്ടോ. ഇതൊരു കൊല കണ്ടോ. അതുപോലെ ഇത് കണ്ടോ, ഇതുപോലെ നല്ല വലിപ്പം വെച്ച് ഉണ്ടായി കിട്ടുന്നൊരു നാരങ്ങ. അതുപോലെ നമുക്ക് ഇവിടെ ഒരു മാതള നാരകം കണ്ടോ, കാ പിടിച്ചിട്ടുണ്ട് കണ്ടോ. ഇത് പറിക്കാറായിട്ടുണ്ട്, അടുത്ത ദിവസം വിളവെടുക്കാം. നമുക്കിതേ ഇത്രയും സാധനങ്ങളാണ് വിളവെടുക്കാനായിട്ട് കിട്ടിയത്. അപ്പോൾ ഓരോന്നും ഞാൻ വിളവെടുത്തപ്പോൾ കാണിച്ചു തന്നതായിരുന്നു.
എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.